മിനറൽ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കുന്നുണ്ടാവും? കോൺസ്റ്റന്റ് ഫെറ്റീഗ്, ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം, തളർച്ച സംബന്ധമായ പ്രശ്നങ്ങൾ, ഉറക്കക്കുറവ്, കൈകാലുകളിൽ തരിപ്പ്, മരവിപ്പ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ, പേശി വലിവ്, മസിൽ ക്രാംസ്, ടൂത്ത് ഡീകെ, ബ്രെയിൻ ഫോഗിങ് എന്ന് പറയും, കൺഫ്യൂഷൻസ്, ലാക്ക് ഓഫ് ഫോക്കസ്, പ്രോപ്പറായിട്ട് അറ്റൻഷൻ കിട്ടുന്നില്ല, റെസ്റ്റ്ലെസ്നെസ്, അനീമിയ, വിളർച്ച പോലത്തെ അസുഖങ്ങൾ, പലതരത്തിലുള്ള ജനറ്റിക് ഡിസോർഡേഴ്സ് പോലും മിനറൽ ഡെഫിഷ്യൻസി കാരണം വരാൻ സാധിക്കും. ക്യാൻസർ, ഹൈപ്പോതൈറോയിഡിസം, സെക്സ് ഹോർമോൺസിന്റെ പ്രവർത്തനക്കുറവ്, ബ്ലഡ് ക്ലോട്ടിംഗ്, രക്തം കട്ട പിടിച്ചു പോവുക, ഇമ്മ്യൂണിറ്റി, ലാക്ക് ഓഫ് ഇമ്മ്യൂണിറ്റി, ഇറഗുലർ ബ്ലഡ് പ്രഷർ, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഹൈപ്പർ ഇൻസുലിനീമിയ, ടൈപ്പ് 2 ഡയബറ്റീസ്, ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ വേണ്ടിയിട്ട്, ജോയിന്റ് ഹെൽത്ത്, കാർട്ടിലേജ് ഹെൽത്ത്, സ്കിൻ ഹെൽത്ത്, കോളജൻ ഡെഫിഷ്യൻസി, മിനറൽ ഡെഫിഷ്യൻസി കൊണ്ട് സംഭവിക്കാം. ഇതെല്ലാം മിനറൽ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണ്. സോ വി നീഡ് ടു ടേക്ക് മിനറൽസ്. നമ്മുടെ ജീവിതത്തിൽ, നിത്യേന ദൈനംദിന ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്.